ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സഖാവല്ല, മറിച്ച് കുറച്ച് തരികിടകളൊക്കെയുള്ള രാഷ്ട്രീയക്കാരനെയാണ് സഖാവിൽ നിവിന്റെ ക്യാരക്ടർ എന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലാണ് സഖാവിന്റെ ട്രെയിലർ എന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. താടി വെച്ച് മുണ്ടെടുത്ത് അല്പം കലിപ്പ് ലുക്കിലാണ് നിവിൻ ഇതിലെത്തുന്നത്. പക്ഷെ എന്തൊക്കെയായാലും ലുക്ക് നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വീണാലും 4 കാലിൽ വീഴാനുള്ള കഴിവ്, പിന്നെ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്നവരെയൊക്കെ കൃത്യമായ സമയത്ത് തന്നെ മാറ്റണം, ഓവർ ആക്ടിങ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ കഴിവ് എന്ന രീതിയിലൊക്കെ ട്രെയിലർ പറയുന്നുണ്ട്. ട്രെയിലർ കണ്ടിട്ട് ഇത് ഏകദേശം ഒരു പൊളിറ്റിക്കൽ സറ്റയർ മൂവിയാണെന്ന് തന്നെ തോന്നുന്നുണ്ട്. എന്നാൽ ട്രെയിലറിൻ്റെ അവസാന രംഗങ്ങൾ പ്രേക്ഷകർക്ക് കുറേയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒന്നാണ്. 2 കാലത്തെയാണ് ഈ ചിത്രത്തിൽ കാണിക്കുന്നതെന്ന് ഈ ട്രെയിലറിന്റെ അവസാന ഭാഗത്തുനിന്ന് നമുക്ക് മനസ്സിലാവും. പഴയ കാലത്തെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്ക് ഓവറൊക്കെയാണ് നിവിന് അതിലുള്ളത്. വളരെ ഗൗരവക്കാരനായിട്ടുള്ള ഒരു സഖാവിനെ നമുക്കിതിൽ കാണാം. സഖാവ് കൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ട്രെയിലർ അവസാനിപ്പിക്കുന്നതും. കുറച്ച് തമാശകളും എന്നാൽ അല്പം സീരിയസുമായിട്ടുള്ള ഒരു പ്രമേയം തന്നെയായിരിക്കും സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്യുന്ന സഖാവിൻ്റെതെന്ന് നമുക്ക് വിചാരിക്കാം. ഗായത്രി സുരേഷ്, അപർണ ഗോപിനാഥ് എന്നിവരൊക്കെയാണ് ഈ ചിത്രത്തിലെ മറ്റ് താരനിരകൾ.